ടൈം ഫോണിലല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. എത്ര കാലായി കണ്ടിട്ട്. പുതിയ കാറൊക്കെ അടിച്ചല്ലോ. അതപ്പുറത്തെ ഈ വന്നേ. എന്തായാലും നിന്നെ കണ്ടതിൽ സന്തോഷായി. പിന്നെന്താ വിഷയം? ഇരിക്കിരിക്കി. പിന്നെ അല്ലട തലത്ത് മുടിയൊക്കെ പോയല്ലോ. അതൊന്നും പക്ഷെ താടി വലുതാ. അല്ല പൊന്നു എവിടെയാണ് ഓരോരോ പ്രശ്നങ്ങൾ കേട്ട് ഇങ്ങനെ പോണു. പിന്നെ ഞാൻ അർജന്റായിട്ട് വന്നെന്താ വെച്ചാല് എനിക്ക് 200 ഉൾപ്പെടെ മുദ്ര പേപ്പർ അർജന്റായിട്ട് വേണം. ശരി, നമ്മുടെ അവിടെ അന്വേഷിച്ചു. അവിടെ 500 മാത്രം കിട്ടാളൂ. നീ ഇവിടെ ഒന്ന് അന്വേഷിക്കണം. അതപ്പോ മെയിൻ. അല്ലടാ നമ്മളിപ്പോ ഇവിടെ പോയി അന്വേഷിച്ചാലും മുദ്ര പേപ്പറിന് 500 തന്നെയാണെങ്കിലോ? അപ്പൊ പിന്നെ 500 വാങ്ങണം. വേറെ നിവൃത്തില്ല. അപ്പൊ 200 ആണെങ്കിലോ? 500 മേടിക്കണം. 100 ആണെങ്കിലോ? 500 മേടിക്കണം. 50 ആണെങ്കിൽ 500 വാങ്ങാൻ വേറെ നിവൃത്തില്ല. അത് നമുക്ക് നഷ്ടല്ലേ? നമുക്ക് നഷ്ടമാണെങ്കിൽ എന്താ? ഗവൺമെന്റ് ലാഭമുണ്ടല്ലോ. നമ്മുടെ ഓരോ ദുരിതങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലടാ നമ്മള് കൊറയില് കൂടിയിട്ട് സ്മോൾ അടിച്ചാലോ? ചെറുതിരിക്കും. താൻ അടിക്കാനോ? ആദ്യം നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വരാം. വാ. ശരി വാ കേറ്. അല്ലടോ ഹെൽമെറ്റ് എവിടെ? ഞാൻ ബസ്സിന് മുമ്പ് ഹെൽമെറ്റ് വയ്ക്കാറില്ല. ഈയുടെ സ്വന്തമായിട്ട് ബൈക്കിലെത്തി ഇരിക്കുന്നട ഹെൽമെറ്റ്. ശരിയാ. ഞാനേ എന്തായാലും ഒരു സ്പെയർ ഹെൽമെറ്റ് കൈപ്പിച്ച് നടക്കാറുള്ളൂ. നിന്നെ പോലുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ചക്കരെ നീ ഇത് വെച്ചോ. പിന്നെ ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കത് പാലിക്കാനുള്ളതാണ്. അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റോഡ് നിയമങ്ങൾ. അത് പാലിച്ചേ പറ്റുള്ളൂ. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ നിയമങ്ങളൊക്കെ പാലിച്ചേ മതിയാവും നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടത്. മനസ്സിലായോ? ആയിക്കോട്ടെ പോലെ. ഓ നമ്മുടെ നാട്ടിലോരോ റോട്ടിലെ കുണ്ടുകുഴിയെ അനുഭവിക്കുന്നേ. പണ്ടാണ് നിനക്ക് പറഞ്ഞു നിന്റെ നാട്ടിലെ കുണ്ടുകുഴി നിനക്കല്ല അറിയുള്ളൂ. അതിന് നീയല്ലേ പറഞ്ഞ നിയമങ്ങൾ പാലിക്കണമെന്ന്. നീ എന്ത് നിയമം പാലിച്ചേ? ബൈക്കുമ്പോ പോകുമ്പോ മിണ്ടാൻ പാടില്ല. അതിപ്പത്തെ പുതിയ നിയമല്ലേ? ദൈവമേ.